നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൂരാവേശത്തിൽ അലിഞ്ഞ് ശക്തന്റെ തട്ടകം, കൊട്ടിക്കയറി ഇലഞ്ഞിത്തറ മേളം, കാഴ്ചയുടെ വിസ്മയമൊരുക്കി കുടമാറ്റം, പൂരങ്ങളുടെ പൂരം ജനമനസ്സുകളിൽ പെയ്തിറങ്ങി. കാളിദാരിക യുദ്ധത്തിന് കാട്ടകമ്പാൽ ഭഗവതി ക്ഷേത്രം ഒരുങ്ങി. ശനിയാഴ്ച വൈകിട്ട് കാളിദാരിക വാക്പോര് നടക്കും. ദാരികനുമായുള്ള യുദ്ധത്തിന്റെ പടയൊരുക്കത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാത്രി ക്ഷേത്രത്തിൽ വലിയ കുതിരവേല ആഘോഷിച്ചു. പുരാഘോഷം നാളെ ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ CCTVയിൽ തത്സമയം. പുഞ്ഞിറക്കുളം വന്നേരി കാട്ടുമാടം മനയിലെ സ്വർണവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹവും കവർന്ന കേസിലെ പ്രതി അറസ്റ്റിൽ. പിടിയിലായത് ചാവക്കാട് മല്ലാട് പുതുവീട്ടിൽ മനാഫ്. വിഗ്രഹങ്ങൾ കൊടുങ്ങല്ലൂരിലെ വാടക വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ പ്രചരണം അന്തിമഘട്ടത്തിലേക്ക്. ആവേശം തീർക്കാൻ സംസ്ഥാന ദേശീയ നേതാക്കൾ. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ. ഇന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ സമ്മിശ്ര പ്രതികരണം. വാർത്തകൾ വിശദമായി. പൂരാവേശത്തിൽ അലിഞ്ഞ് ശക്തന്റെ തട്ടകം, കൊട്ടിക്കയറി ഇലഞ്ഞിത്തറ മേളം, കാഴ്ചയുടെ വിസ്മയമൊരുക്കി കുടമാറ്റം, പൂരങ്ങളുടെ പൂരം ജനമനസ്സുകളിൽ പെയ്തിറങ്ങി. വടക്കുന്നാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്ത് രാവിലെ 7:30 മുതൽ ഘടകപൂരങ്ങളുടെ വരവ് തുടങ്ങിയിരുന്നു. രാവിലെ 7:30 കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിൽ എത്തി. പിന്നാലെ പനമുക്കുംപിള്ളി, ചെമ്പൂക്കാവ്, പൂക്കാട്ടിക്കര, കാരമുക്ക്, ലാലൂർ, ചൂരക്കോട്ടുകാവ്, അയ്യന്തോൾ, കുറ്റൂർ, നെയ്തലക്കാവ് പൂരങ്ങൾ വടക്കുന്നാഥനെ വണങ്ങി. 11:30 പഴയ നടക്കാവ് നടുവിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭിച്ചു. തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്ന് 7-ന് ആരംഭിച്ച എഴുന്നള്ളിപ്പ് പഴയ നടക്കാവിലെ ബ്രഹ്മസ്വ മഠത്തിൽ ഇറക്കിയതിനു ശേഷമുള്ള എഴുന്നള്ളിപ്പാണിത്. തിരുവമ്പാടി കണ്ണന്റെ കോലത്തിൽ ഭഗവതിയുടെ തിടമ്പേറ്റി തിരുവമ്പാടി ചന്ദ്രശേഖരനും മറ്റു 2 ആനകളും നിരന്നു. 12:15 15 ആനകളുമായി പുറത്തേക്ക് എഴുന്നള്ളുമ്പോഴും അകമ്പടിത്താളമുണ്ടായി. പിന്നെ പാണ്ടിമേളം. ഇതാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്ത് ഇലഞ്ഞിത്തറമേളമായി മാറിയത്. ഉച്ചയ്ക്ക് 3-ന് നായ്ക്കനാലിൽ നിന്നാരംഭിച്ച തിരുവമ്പാടിയുടെ മേളം ക്ഷേത്രത്തിനു പുറത്ത് ശ്രീമൂലസ്ഥാനത്ത് സമാപിച്ചു. പടിഞ്ഞാറേ നടയിലെ ഇലഞ്ഞിത്തറമേളം വാദ്യപ്രേമികളുടെ മനതാരിൽ കൊട്ടിക്കയറി. കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ 300ഓളം കലാകാരന്മാരാണ് ഇലഞ്ഞിത്തറമേളത്തിന് അണിനിര. തുടർന്നാണ് തൃശൂർ പൂരത്തിന്റെ ആകർഷണങ്ങളിൽ പ്രധാനമായ കുടമാറ്റം നടന്നത്. വടക്കുംനാഥന് മുന്നിൽ തെക്കേ ഗോപുരനടയിൽ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളുടെ വർണ്ണാഭമായ കുടമാറ്റം കാഴ്ച വിസ്മയമൊരുക്കി. ഓരോ കുടകൾ മാറുമ്പോഴും ജനസഞ്ചയത്തിന്റെ ആവേശം വാനോളമുയർന്നു. മത്സരബുദ്ധിയോടെയാണ് ഇരുവിഭാഗക്കാരും കുടമാറ്റത്തിൽ പങ്കെടുത്തത്. വർണ്ണത്തിൽ, ഘടനയിൽ, നിർമ്മിതിയിലെല്ലാം വ്യത്യസ്തത ഉയർത്തുന്ന കുടകൾ ഉത്സവ പ്രപഞ്ചത്തിന്റെയാകെ മനം കവർന്നു. ന്യൂസ് ഡെസ്ക് CCTV. എരുമപ്പെട്ടി വെള്ളറക്കാട് മനപ്പടിയിൽ അനധികൃതമായി നടത്തിയിരുന്ന മണ്ണെടുപ്പ് പോലീസ് തടഞ്ഞു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് നിയമവിരുദ്ധമായി മണ്ണെടുപ്പ് നടത്തിയിരുന്നത്. മണ്ണെടുത്തിരുന്ന ഒരു JCBയും മണ്ണ് കടത്തിയിരുന്ന ഒരു ടിപ്പർ ലോറിയും പോലീസ് പിടിച്ചെടുത്തു. പോലീസ് ഉദ്യോഗസ്ഥർ തൃശൂർ പൂരം ഡ്യൂട്ടിക്ക് പോയ തക്കം മുതലെടുത്തായിരുന്നു മണ്ണെടുപ്പ്. റോഡിന്റെ പല ഭാഗങ്ങളിലും നിരീക്ഷണത്തിന് മണ്ണെടുപ്പ് സംഘാംഗങ്ങൾ നിന്നിരുന്നു. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ അജിത്ത്, SI ശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയാണ് മണ്ണെടുപ്പ് തടഞ്ഞത്. നിരീക്ഷണം നടത്തിയിരുന്ന മണ്ണെടുപ്പ് സംഘത്തിന്റെ കണ്ണ് വെട്ടിച്ച് മറ്റൊരു വഴിയിലൂടെയാണ് പോലീസ് സ്ഥലത്തെത്തിയത്. പോലീസ് ഓഫീസർമാരായ അനിൽ, സഗുൺ, പ്രജീഷ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കാളിദാരിക യുദ്ധത്തിന് കാട്ടകമ്പാൽ ഭഗവതി ക്ഷേത്രം ഒരുങ്ങി. ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് കാളിദാരിക വാക്പോര് നടക്കും. ദാരികനുമായുള്ള യുദ്ധത്തിൽ പടയൊരുക്കത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാത്രി ക്ഷേത്രത്തിൽ വലിയ കുതിരവേല ആഘോഷിച്ചു. തട്ടകത്തിൽ പൂരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കാളിദാരികരുടെ തേര് നിർമ്മാണം ദേശത്തെ ആശാരിമാരുടെ നേതൃത്വത്തിൽ തുടങ്ങി. കാളിക്ക് നടുവിൽപ്പാട്ട് കേശവനാശാരിയുടെ നേതൃത്വത്തിലാണ് തേര് നിർമ്മിക്കുന്നത്. ദാരികന്മാർക്ക് പടിഞ്ഞാറേപ്പാട്ട് ശങ്കുണ്ണിയുടെ നേതൃത്വത്തിൽ തേര് നിർമ്മിക്കും. 15ഓളം പേരാണ് തേരു നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത്. പൂരദിവസമായ ശനിയാഴ്ച രാവിലെ വിശേഷ പൂജകൾക്ക് ശേഷം ഭഗവതിയെ വലിയമ്പലത്തിലേക്ക് എഴുന്നള്ളിക്കും. യുദ്ധത്തിന് വിഘ്നം സംഭവിക്കാതിരിക്കാൻ ഗണപതിക്കിടൽ ചടങ്ങ് നടത്തും. ഉച്ചയോടെ ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും. ദേശം ചുറ്റി വൈകിട്ട് ക്ഷേത്രപരിസരത്ത് ആനകൾ അണിനിരക്കും. 30ഓളം ആനകൾ കൂട്ടിയെഴുന്നള്ളിപ്പിനെത്തും. തുടർന്ന് ആദ്യം ദാരികരും പിന്നീട് കാളിയും ക്ഷേത്രത്തിലെത്തിച്ചേരും. തേരിലേറി മതിലകത്തേക്ക് പടനയിക്കുന്ന കാളിയും ദാരികരും
ആദ്യം ആംഗ്യത്തിലും പിന്നീട് വാക്പോര് നടത്തിയും യുദ്ധത്തിന് തുടക്കമിടും. കാളിയെ പേടിച്ച് ദാരികൻ മായയിൽ മറയുന്ന സങ്കല്പത്തോടെ പകൽപൂരം സമാപിക്കും. ഞായറാഴ്ച പുലർച്ചെ പാലക്കൽ കാവിലെത്തുന്ന ഭഗവതിയെ കാളിയും ദാരികനും പറവച്ച് സ്വീകരിക്കും. തുടർന്ന് ക്ഷേത്രത്തിലെത്തി തേരിലേറി മതിലകത്തേക്ക് നീങ്ങുന്ന കാളിയും ദാരികരും ആദ്യം വാക്പോര് നടത്തും. കാളിയെ പേടിച്ചോടിയൊളിക്കുന്ന ദാരികനെ കണ്ടെത്തി പ്രതീകാത്മക വധം നടത്തി ദാരിക കിരീടവുമായി കാളി മടങ്ങുന്നതോടെയാണ് പൂരത്തിന് സമാപനം. പൂരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഇത്തവണ ക്ഷേത്രത്തിന് സമീപമൊരുക്കിയ സ്ഥലത്ത് മാത്രമേ കച്ചവടം അനുവദിക്കുകയുള്ളൂ. പൂരം CCTV പ്രാദേശികം ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കാട്ടകമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് കാളിദാരിക വേഷത്തിലെത്തുന്നത് കല്ലാറ്റ് മണികണ്ഠനും സഹോദരൻ കല്ലാട്ട് ജയശങ്കറും. ചെറുപ്രായത്തിൽ വഴിപാട് ദാരിക വേഷം കെട്ടിയ കല്ലാറ്റ് മണികണ്ഠൻ 14-ാം വയസ്സിൽ പ്രധാന ദാരിക വേഷം കെട്ടി തുടങ്ങി. 21 വർഷം ദാരിക വേഷം കെട്ടിയതിനു ശേഷം ഇപ്പോൾ 18-ാം തവണയാണ് കാളിവേഷം കെട്ടാൻ ഒരുങ്ങുന്നത്. കഥകളിയിലെ കരിവേഷത്തിന് സമാനമാണ് കാളിവേഷം. ചെറുപ്രായത്തിൽ വഴിപാട് ദാരികനായി വേഷം കെട്ടിയ കല്ലാറ്റ് ജയശങ്കർ 9-ാം തവണയാണ് ദാരിക വേഷം കെട്ടുന്നത്. കഥകളിയിലെ കത്തി വേഷത്തിന് സമാനമാണ് ഈ വേഷം. പൂരത്തിന് കാളിദാരിക സംവാദവും പ്രതീകാത്മക ദാരിക വധവും കാണുവാൻ ഒട്ടേറെ പേരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. മറ്റു വാർത്തകൾ. വഴിയാത്രക്കാരിയായ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കാണിപ്പേർ സ്വദേശി കറുപ്പത്താട്ടിൽ വീട്ടിൽ രാധാകൃഷ്ണൻ 29 വയസ്സ്, ചൂണ്ടൽ പെലക്കാട്ട് പയ്യൂർ കുട്ടൻകുളങ്ങര വീട്ടിൽ ഷാജൻ 54 വയസ്സ് എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാൻ എന്നതുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം മുങ്ങിയ പ്രധാന പ്രതിയെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു സംഭവം. ചൂണ്ടൽ ഗുരുവായൂർ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന യുവതിയുടെ പുറകിൽ ബൈക്കിലെത്തിയ പ്രതികൾ ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും പെൺകുട്ടിയുടെ കയ്യിൽ കയറിപ്പിടിച്ച് ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നെന്ന് പറയുന്നു. സംഭവം കണ്ട് തടയാനെത്തിയ വഴിയാത്രികനെ പ്രതികൾ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ കൂടുതൽ നാട്ടുകാർ ഓടിക്കൂടി പ്രതികളെ പിടികൂടി. തുടർന്ന് കുന്നംകുളം പോലീസിൽ വിവരമറിയിച്ച് കൈമാറുകയായിരുന്നു. സംഭവത്തിൽ യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് വൈദ്യപരിശോധനയ്ക്കു ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. CCTV ന്യൂസ്, കുന്നംകുളം. പുന്നൂർക്കുളം വന്നേരി കാട്ടുമാടം മനയിലെ സ്വർണവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹവും കവർന്ന കേസിലെ പ്രതി അറസ്റ്റിലായി. ചാവക്കാട് മല്ലാട് പുതുവീട്ടിൽ മനാഫിനെയാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് പെരുമ്പടപ്പ് CI T സതീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 9-നായിരുന്നു കവർച്ച. 500 വർഷത്തോളം പഴക്കമുള്ള പുരാതനമായ കാട്ടുമാടം മനയിലാണ് കവർച്ച നടന്നത്. മനയ്ക്കകത്ത് സൂക്ഷിച്ചിരുന്ന 300 വർഷത്തിലധികം പഴക്കമുള്ള വിഗ്രഹവും 10 പവനോളം വരുന്ന സ്വർണ്ണാഭരണവുമാണ് കവർന്നത്. കൂടാതെ മനയുടെ മുൻവശത്തെ ഭണ്ഡാരവും പൊളിച്ചിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ വിറ്റഴിച്ചതായി പോലീസ് അറിയിച്ചു. വിഗ്രഹങ്ങൾ കൊടുങ്ങല്ലൂരിലെ വാടക വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി. നിരവധി കേസുകളിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് മനാഫ്. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷം. ഗാന്ധിയെ മറന്ന നെഹ്റുവിനെ അറിയാത്ത കോൺഗ്രസ് ആണ് ഇന്നുള്ളതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം MP. LDF ഗുരുവായൂർ മേഖലാ തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പതാക എന്നത് വെറുമൊരു തുണിക്കഷ്ണമല്ല. ഏതൊരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചും പതാക അതിന്റെ ആശയങ്ങളുടെയും മൂല്യങ്ങളുടെയും പ്രതീകമാണ്. എന്നാൽ RSSന് ഇഷ്ടമില്ലെന്ന് ഭയന്ന് തങ്ങളുടെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ പതാകയെ മാത്രമല്ല സ്വന്തം പതാകയെ പോലും വേണ്ടെന്ന് വെച്ച രാഷ്ട്രീയ അധപതനത്തിന്റെ പേരാണ് കോൺഗ്രസ്. കോടികൾ കിട്ടിയാൽ ED ഉദ്യോഗസ്ഥരെ കണ്ടാൽ BJPയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളുടെ കൂട്ടമാണ് കോൺഗ്രസ് എങ്കിൽ ഒരു ഭീഷണിക്ക് മുൻപിലും ഒരു പ്രലോഭനത്തിന് മുൻപിലും പതറാത്ത ആശയവ്യക്തതയുള്ള മനുഷ്യരുടെ കരുത്തുറ്റ ബോധ്യമാണ് ഇടതുപക്ഷമെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊക്കെ പറയുന്നത്. ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന ആളുകൾ മണിപ്പൂരിലെ ബേട്ടിമാരെ അറിയുമെന്ന് എനിക്കറിയില്ല, അറിയാൻ വഴിയില്ല. 2 പെൺമക്കളാണ് ഇന്ത്യയുടെ മക്കൾ. അവർ നഗ്നരാക്കപ്പെട്ട് മണിപ്പൂർ തെരുവിലൂടെ പ്രാണൻ വാരി കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിയത് നിങ്ങളെല്ലാവരും കണ്ടു, ഞാനും കണ്ടു. പക്ഷെ ആ വീഡിയോയിലേക്ക് നമുക്ക് ഒരിക്കലേ നോക്കാൻ പറ്റും, 2ാം വട്ടം നോക്കാൻ പറ്റില്ല. കൃഷ്ണപിള്ള സ്മാരക കവാടത്തിൽ ചേർന്ന പൊതുയോഗത്തിൽ
തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ GK പ്രകാശൻ അധ്യക്ഷനായി. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ, നേതാക്കളായ C സുമേഷ്, TT ശിവദാസൻ, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, KG ശിവാനന്ദൻ, ഗീതാ ഗോപി, അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ, CV ശ്രീനിവാസൻ, ഗീതാ രാജൻ, KR സൂരജ്, NP നാസർ, EP സുരേഷ്, മോഹൻദാസ്, RV മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ വിവിധ ബൂത്തുകളിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വർണ്ണാഭമായ റാലികൾക്ക് ശേഷമാണ് പൊതുസമ്മേളനം ആരംഭിച്ചത്. CCTV ന്യൂസ്, ഗുരുവായൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ആലത്തൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വരവൂർ പഞ്ചായത്തിലെ രണ്ടാം ഘട്ട പ്രചരണം തിച്ചൂർ കോഴിക്കുന്ന് കോളനിയിൽ നിന്ന് ആരംഭിച്ചു. KPCC ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. UDF ചേലക്കര നിയോജക മണ്ഡലം ചെയർമാൻ അമീർ, കൺവീനർ വേണു മേനോൻ, കോൺഗ്രസ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് ഷാനവാസ്, കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ്, UDF മണ്ഡലം ചെയർമാൻ മുസ്തഫ, കൺവീനർ കമറുദ്ദീൻ, കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തിച്ചൂർ അയ്യപ്പ ക്ഷേത്രമോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ തൊഴുവാനും ഭക്തജനങ്ങളെ കാണുവാനുമായി സ്ഥാനാർത്ഥി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഭാരവാഹികൾ രമ്യ ഹരിദാസിനെ സ്വീകരിച്ച് ഉപഹാരം നൽകി. വാർഡ് മെമ്പർ അനിത, മുൻ വാർഡ് മെമ്പർ രവി, കോൺഗ്രസ് വാർഡ് നേതാക്കൾ തുടങ്ങിയവരും സംബന്ധിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വെള്ളറക്കാട് പഞ്ചായത്ത് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി മനപ്പടി സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. LDF കടങ്ങോട് ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ജോൺസൺ മാസ്റ്റർ അധ്യക്ഷനായി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA, LDF ജില്ലാ മണ്ഡലം നേതാക്കളായ അഡ്വക്കേറ്റ് കുഞ്ഞു പുറഞ്ചു, നാസർ ഹമീദ്, ബാലൻ കണിമംഗലം, MN സത്യൻ, PS പ്രസാദ്, അഡ്വക്കേറ്റ് KM നൌഷാദ്, ഫ്രാൻസിസ് കൊള്ളനൂർ തുടങ്ങിയവർ സംസാരിച്ചു. LDF കടങ്ങോട് ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവീനർ UV ഗിരീഷ് സ്വാഗതം, E ബാബു നന്ദിയും പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത BJP തങ്ങൾ വർഗീയകക്ഷി മാത്രമല്ല ഏകാധിപതികൾ കൂടിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് CMP ജനറൽ സെക്രട്ടറി CP ജോൺ. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുന്നംകുളത്ത് സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം സാധ്യമാണ്. നരേന്ദ്രമോദിയെ ഇന്ത്യ മുന്നണി പിടിച്ചുകെട്ടുമെന്നും ജോൺ കൂട്ടിച്ചേർത്തു. നിയോജക മണ്ഡലം ചെയർമാൻ ജയ്സിംഗ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം EP കമറുദ്ദീൻ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, CMP നേതാവ് PRN നമ്പീശൻ, DCC സെക്രട്ടറിമാർ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ BJPയുടെ പീക്കിംഗ് കഴിഞ്ഞു. അവരുടെ ആ വലിപ്പം കൂടുതൽ നിന്നും ഇനി മുന്നോട്ടില്ല. ഒരു നമ്മൾ വയനാടിന്റെ ചുരം കയറുന്ന മാതിരി ഭയങ്കരമായിട്ട് കയറുമ്പോൾ കയറിയേ പോകുന്നു. പക്ഷെ പിന്നെ പ്ലാറ്റ്യൂ ആണ്, പിന്നെ ഡെക്കാനാണ്, പിന്നെ നല്ല ഗ്രൗണ്ടാണ്. അതുപോലെ BJPക്ക് അവരൊരു 14%, 13% എന്നത് അവർക്ക് വലിയൊരു നമ്പറാണ്. പക്ഷേ അത് പീക്ക് ചെയ്തു. കേരളത്തിൽ അവർക്ക് രക്ഷയില്ല. അപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് 272 കിട്ടണം, 273 ഉണ്ടായാലേ ഭരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് 72 എന്ന് പറയുന്ന പോലെയാണ്. അവിടെ 273. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ളത് ജന്മി കുടിയാൻ ബന്ധമല്ലെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചൊവ്വന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ ഞെരിച്ചമർത്താനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ ഓരോ ഘട്ടത്തിലും നടത്തിവരുന്നത്. ഫെഡറൽ സംവിധാനത്തിലൂന്നി ഭരണഘടന വിഭാവനം ചെയ്ത സഹായങ്ങൾ പോലും കേരളത്തിന് നിഷേധിച്ച് ശത്രുരാജ്യത്തോടെന്ന പോലെയാണ് മോദി മലയാളികളോട് പെരുമാറുന്നത്. കേരളത്തിനർഹമായ സഹായങ്ങൾ പോലും നിരാകരിക്കുന്ന മോദി ഭരണത്തിന് അറുതി വരുത്താനുള്ള അവസരമാണ് പൊതുതിരഞ്ഞെടുപ്പിലൂടെ കൈവന്നിരിക്കുന്നതെന്നും ബാലാജി പറഞ്ഞു. നാടൻ ഭാഷയിൽ വേറെ പറയും, തോൽപ്പിക്കാനുള്ള അവസ്ഥ മാർക്കറ്റ്. അതുപോലെ അപ്പൊ ചെയ്യണ പണി പണം തരാതി. കേരളത്തിൽ അവകാശപ്പെട്ട പണം തരാതിരിക്കുക. അവകാശപ്പെട്ടതാണ്, ഔദാര്യമല്ല. കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റ് നമ്മുടെ ബന്ധം ജന്മി കുടിയാൻ ബന്ധമല്ല, അടിമ ഉടമ ബന്ധമല്ല. നോട്ടടിക്കാൻ അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്, പണം പിരിക്കാൻ അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. ആ പിരിക്കുന്ന പണത്തിന് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകണം. അത് കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവാദിത്വമാണ്. കാണിപ്പയ്യൂർ കുരിശ് ബസ് സ്റ്റോപ്പ് പരിസരത്ത് നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന പ്രകടനം പുതുശ്ശേരി കോളനി പരിസരത്ത് സമാപിച്ചു. ശേഷം നടന്ന പൊതുയോഗത്തിൽ NCP നിയോജകമണ്ഡലം പ്രസിഡന്റ് MM അബ്ദുൾ ജലീൽ അധ്യക്ഷനായി.
AV വല്ലഭൻ, M പത്മിനി, MV പ്രശാന്തൻ മാസ്റ്റർ, ചിത്ര വിനോഭാജി, K മണികണ്ഠൻ, A സജി മാസ്റ്റർ, PP സുനിലൻ, ആലാട്ട് കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് കേച്ചേരി. KPCC പ്രചരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കലാജാഥയ്ക്ക് UDF കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ NV പ്രദീപ് കുമാറിനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ KC ബാബു, ബിജോയ് ബാബു, കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് തുടങ്ങിയവർ ചേർന്ന് ഹാരാർപ്പണം നടത്തി. നേതാക്കളായ K ജയശങ്കർ, പ്രസാദ് പുലിക്കോടൻ, മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കവിത പ്രേംരാജ്, കർഷക കോൺഗ്രസ് യോജന പ്രസിഡന്റ് വിനയകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് 2 മാസത്തെ പെൻഷൻ കിട്ടിയത് തന്നെ ഞങ്ങളുടെ ഔദാര്യാന്ന് കണക്കൂട്ടിയാൽ മതി. ഈ വിലക്കയറ്റം അതൊരു ആഗോള പ്രതിഭാസമാണെന്ന് മനസ്സിലാക്കണം. മുദ്രാവാക്യം വരട്ടെ. കണ്ടാണശ്ശേരിയെ ചുവപ്പണിയിച്ച് LDF റാലി. തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടത് മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF കണ്ടാണശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി. അരിയന്നൂർ, ശങ്കരൻകുളം, ചൊവ്വല്ലൂർ എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിച്ച പ്രകടനങ്ങൾ കണ്ടാണശ്ശേരിയിൽ സംഗമിച്ച് സമ്മേളനവേദിയായ പുത്തൻകുളത്തിനടുത്ത് സമാപിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വർണ്ണബലൂണുകളും ചെങ്കൊടികളുമായി നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രകടനത്തിൽ അണിനിരുന്നത്. NCP സംസ്ഥാന സമിതി അംഗം VK നാരായണൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ ഉഷ പ്രഭുകുമാർ, CPI ലോക്കൽ കമ്മിറ്റി അംഗം ഹരീഷ് നാരായണൻ, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK സതീശൻ, KG പ്രമോദ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ തുടങ്ങിയവർ സംസാരിച്ചു. 3 കേന്ദ്രങ്ങളിൽ നിന്നായി ആരംഭിച്ച പ്രകടനത്തിന് സന്തോഷ് മണപ്പാട്ടിൽ, വിനു ജോൺസൺ, ഹരീഷ് കണ്ടുപുള്ളി, PA മുസ്തഫ, സുധീർ പണിക്കവീട്ടിൽ, ജയന്തി ടീച്ചർ, ഷീബ ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. ആലത്തൂർ ലോക്സഭാ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയത്തിനായി INTUC എരുമപ്പെട്ടി യൂണിറ്റ് പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി CV ബേബി അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി VP ജൻസൺ, ലീഡർമാരായ AH ഷറഫുദ്ദീൻ, TM സന്തോഷ്, MS ബഷീർ എന്നിവർ സംസാരിച്ചു. LDF പുന്നൂർക്കുളം ഈസ്റ്റ് മേഖല തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ CPM നേതാവ് ബൃന്ദ കാരട്ട് പങ്കെടുക്കും. ഏപ്രിൽ 20 ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് ആൽത്തറ സെന്ററിലാണ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം. ഇതിനു മുന്നോടിയായി തെരഞ്ഞെടുപ്പ് റാലിയും ഉണ്ടാകും. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം INTUC തൊഴിലാളികൾ കുന്നംകുളം നഗരത്തിലെ വിവിധ വ്യാപാര കേന്ദ്രങ്ങളിൽ വോട്ടഭ്യർത്ഥന നടത്തി. INTUC മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ, കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു, പൂൾ പ്രസിഡന്റ് പ്രമോദ്, പൂൾ സെക്രട്ടറി രാജൻ, മനോജ്, സുനിൽ എന്നിവർ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയം മുന്നിൽ കണ്ട് വോട്ടഭ്യർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഗുരുവായൂർ യൂണിറ്റിൽ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഉപദേശക സമിതി അംഗം GK പ്രകാശൻ അംഗത്വം ഏറ്റുവാങ്ങി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് C ബിജുലാൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. NK അശോക് കുമാർ, പ്രേമ പ്രശാന്ത്, NK രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളത്ത് ഭക്ഷണശാലയിൽ അൽഫാം ആസ്വദിച്ച് കഴിക്കുന്ന എലി. സംഭവം ഫോട്ടോയെടുത്തത് ഉപഭോക്താവ്. പിന്നാലെ എത്തിയ നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥാപനം അടച്ചുപൂട്ടിച്ചു. റെസ്റ്റോറന്റിൽ തയ്യാറാക്കി വെച്ചിരുന്ന അൽഫാം എലി കഴിക്കുന്നത് കണ്ട ഉപഭോക്താവിന്റെ പരാതിയിൽ നഗരസഭ പൊതുജനാരോഗ്യ വിഭാഗം സ്ഥാപനം അടച്ചുപൂട്ടി. കുന്നംകുളം പട്ടാമ്പി റോഡിൽ പാറേമ്പാടത്തെ അലാമി അറബിക് റെസ്റ്റോറന്റിൽ കഴിഞ്ഞ ദിവസം രാത്രി 8:30ഓടെയാണ് സംഭവം. ഹോട്ടലിൽ ഭക്ഷണം ഓർഡർ ചെയ്യാനെത്തിയ ഉപഭോക്താവാണ് അൽഫാം എലി കഴിക്കുന്നത് കണ്ടത്. ഉടനെ ചിത്രം പകർത്തി നഗരസഭ പൊതുജനാരോഗ്യ വിഭാഗം മേധാവിക്ക് വാട്സപ്പ് സന്ദേശം അയച്ചു. 15 മിനിറ്റിനകം സ്ഥലം സന്ദർശിച്ച നഗരസഭ പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ റെസ്റ്റോറന്റിൽ പരിശോധനാ സമയത്തുണ്ടായിരുന്ന മുഴുവൻ ഭക്ഷണ സാധനങ്ങളിലും എലികളുടെ സാന്നിധ്യം നേരിൽ മനസ്സിലാക്കിയതിനെ തുടർന്ന് ഭക്ഷണ സാധനങ്ങൾ നശിപ്പിക്കുകയും സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ നഗരത്തിലെ ഭക്ഷണ പാനീയ വിതരണ കേന്ദ്രങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നും നഗരസഭ പൊതുജനാരോഗ്യ വിഭാഗം അറിയിച്ചു. CCTV ന്യൂസ് കുന്നംകുളം.
പുന്നൂർക്കുളം കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അവധിക്കാല ക്യാമ്പിന് തുടക്കമായി. വേനൽ കൂടാരം 2024 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. PTA പ്രസിഡന്റ് വി താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ PS സന്തോഷ്, SMC ചെയർമാൻ P ജയപ്രകാശ്, പ്രധാന അധ്യാപിക NK സുധ, സ്റ്റാഫ് സെക്രട്ടറി നാസർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. LKG കുട്ടികൾക്കുള്ള സമ്മാന വിതരണം റഹീം വീട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. തുടർന്ന് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ രാമകൃഷ്ണൻ മാസ്റ്റർ നയിച്ച ഗണിത ശില്പശാലയും ഉണ്ടായിരുന്നു. അവധിക്കാല ക്യാമ്പ് മെയ് 3 വരെയാണ് നടക്കുക. ക്രാഫ്റ്റ്, ഗണിതം, പഠനോപകരണ നിർമ്മാണം, ചിത്രരചന, സയൻസ് വർക്ക്ഷോപ്പ്, IT, ഫുട്ബോൾ, ക്രിക്കറ്റ്, കബഡി, അത്ലറ്റിക്സ് എന്നീ വിഭാഗങ്ങളിൽ വിദഗ്ധരായ അധ്യാപകർ കുട്ടികൾക്ക് പരിശീലനം നൽകും. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ പട്ടാമ്പി റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയുണ്ടായ കുഴിമൂടി റോഡ് റീടാറിംഗ് നടത്താത്തത് വാഹനയാത്രക്കാർക്ക് ദുരിതമാകുന്നു. തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് പൊട്ടി 3 ആഴ്ച മുൻപാണ് പുതുതായി നിർമ്മിച്ച റോഡ് തകർന്നത്. തിരക്കുള്ള സമയങ്ങളിൽ കനത്ത ഗതാഗത തടസ്സമാണ് ഈ ഭാഗത്തുണ്ടാകുന്നത്. ഒരു ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ കടന്നുപോകാൻ മിനിറ്റുകളോളം കാത്തുനിന്നാണ് എതിർദിശയിലുള്ള വാഹനങ്ങൾ കുഴിയുടെ ഭാഗം കടന്നുപോകുന്നത്. പുതിയ പൈപ്പ് സ്ഥാപിച്ചെങ്കിലും കുഴി പൂർണ്ണമായി മൂടാൻ ജല അതോറിറ്റി ഇതുവരെ തയ്യാറായിട്ടില്ല. റോഡ് റീടാറിംഗ് നടത്തേണ്ടതും ജല അതോറിറ്റി തന്നെയാണ്. 3 ആഴ്ചയായി തുടരുന്ന ഗതാഗത തടസ്സത്തിന് പരിഹാരം കാണാത്തതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. 10 മാസം മുൻപ് ഹൈടെക് രീതിയിൽ പണി പൂർത്തിയാക്കിയ റോഡാണ് ജല അതോറിറ്റിയുടെ അനാസ്ഥ മൂലം തകർന്നത്. റോഡിന്റെ താഴ്ഭാഗത്തു കൂടി പോകുന്ന അരനൂറ്റാണ്ടോളം പഴക്കമുള്ള പൈപ്പുകൾ റോഡ് നിർമ്മാണത്തിന് മുൻപ് മാറ്റി സ്ഥാപിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും പാലിക്കപ്പെട്ടില്ല. ഏതു നിമിഷവും പൊട്ടാവുന്ന തരത്തിൽ ഇതുപോലുള്ള പൈപ്പുകൾ ഇനിയും ഈ റോഡിന്റെ അടിയിലുണ്ട്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഗുരുവായൂർ ദേവസ്വം കീഴടമായ താമരയൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ശ്രീമദ് അയ്യപ്പ ഭാഗവത സപ്താഹയജ്ഞത്തിന് ശനിയാഴ്ച തുടക്കമാകും. മാതൃഭജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആദ്യമായാണ് ക്ഷേത്രത്തിൽ അയ്യപ്പ ഭാഗവത സപ്താഹം നടക്കുന്നത്. രാവിലെ 6:30 സമ്പൂർണ്ണ നാരായണീയ പാരായണത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് അയ്യപ്പ സഹസ്രനാമജപം, കീർത്തനാലാപനം, ഗ്രന്ഥപൂജ എന്നിവ നടക്കും. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് അയ്യപ്പ ഘോഷയാത്ര ആരംഭിക്കും. ഉടുക്കുപാട്ടിന്റെ അകമ്പടിയോടെ ആരംഭിക്കുന്ന ഘോഷയാത്ര 6 മണിയോടെ താമരയൂർ ക്ഷേത്രത്തിൽ എത്തും. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കും. ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഗ്രന്ഥസമർപ്പണം നിർവഹിക്കും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും. അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ നെയ്വിളക്ക് സമർപ്പണം നടത്തും. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ ആചാര്യവരണം നിർവഹിക്കുന്നതോടെ സപ്താഹത്തിന് തുടക്കമാകും. ഭാഗവതപ്രിയൻ PC ചന്ദ്രശേഖരൻ ഇളയതാണ് യജ്ഞാചാര്യൻ. ഏപ്രിൽ 27 സമാപിക്കും. CCTV ന്യൂസ്, ഗുരുവായൂർ. വെള്ളാറ്റഞ്ഞൂർ പാടശേഖരത്തിൽ അഗ്നിബാധ. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടു കൂടിയാണ് തീയണച്ചത്. രാവിലെ മുതൽ പലയിടങ്ങളിലായി കണ്ടുവന്ന തീ ഉച്ചയോടെ പരക്കുകയായിരുന്നു. കുന്നോളം ഫയർഫോഴ്സ് കൂടാതെ പൊതുപ്രവർത്തകരായ ആൻഡു, സന്തോഷ്, കുര്യാക്കൂസ്, സിജോ PK, റിന്നി പുലിയന്നൂർ, PN അനിൽ മാസ്റ്റർ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. തൃശൂർ അതിരൂപതയിലെ തയ്യൂർ ഇടവകാംഗമായ കാതറിൻ അറങ്ങാശ്ശേരി സിറോ മലബാർ സഭയിലെ സന്യാസിനിയായി വ്രതസമർപ്പണം നടത്തി. തയ്യൂർ AP തോമസ് മാസ്റ്ററുടെ കൊച്ചുമകളും അറങ്ങാശ്ശേരി ജോസഫ് പുഷ്പൻ ദമ്പതികളുടെ മകളുമായ കാതറിൻ വിശുദ്ധ കുർബാന ആരാധന സന്യാസി സമൂഹത്തിലെ സന്യാസിനിയാണ്. തൃശൂർ ചേറ്റുപുഴ നിർമ്മൽ റാണി പ്രൊവിൻഷ്യൽ ഹൗസ് ദേവാലയത്തിൽ നടന്ന വ്രത വാഗ്ദാന ചടങ്ങിൽ തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർട്ടോണി നീലങ്കാവിൽ നിന്നാണ് കാതറിൻ സന്യാസ വസ്ത്രം സ്വീകരിച്ചത്. ഭക്തിനിർഭരമായ ചടങ്ങിൽ ഫാദർ ജോസ് ആൻഡോ, ഫാദർ സെബാസ്റ്റ്യൻ, ഫാദർ ഗിരിജോ മുരിങ്ങത്തേരി തുടങ്ങിയ വൈദികരും, സിസ്റ്റർ സോഫി പെരപ്പാടൻ, സിസ്റ്റർ ലിൻസ മരിയ, സിസ്റ്റർ കൊച്ചു ത്രേസ്യ, സിസ്റ്റർ സെപ്റ്റിമ, സിസ്റ്റർ മീര C. ഗേർട്ടി തോമസ്, സിസ്റ്റർ പ്രിയ ക്ലയർ തുടങ്ങിയവർ പങ്കെടുത്തു. സിസ്റ്റർ കാദറിന്റെ കൃതജ്ഞത കുർബാന ഇടവക ദേവാലയമായ തയ്യൂർ നിത്യസഹായ മാതാ ദേവാലയത്തിൽ ഏപ്രിൽ 20 നടക്കും. പഴഞ്ഞി അയനൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ പാമ്പാടി മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളും ഗീവർഗീസ് സഹദയുടെ ഓർമ്മ പെരുന്നാളും ഏപ്രിൽ 22, 23 തീയതികളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 22 രാവിലെ 6:30 പ്രഭാത നമസ്കാരം നടക്കും. 7:30 അടുപ്പൂട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ് നേതൃത്വം നൽകുന്ന വിശുദ്ധ കുർബാന. വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരം. 8 മണിക്ക് കൊടിയും സ്ലീബായുമേന്തി അയ്നൂർ ജംഗ്ഷനിലേക്ക് പ്രദക്ഷിണം, ശേഷം ആശീർവാദം, നേർച്ച വിളമ്പ് എന്നിവ ഉണ്ടാകും. രാത്രി 9 മണിക്ക് ശേഷം വിവിധ ആഘോഷ കമ്മിറ്റികളുടെ വാദ്യാഘോഷങ്ങളും ആരംഭിക്കും. 23 രാവിലെ 7:30 പ്രഭാത നമസ്കാരം ഉണ്ടാകും.
8:30 ബദനി ആശ്രമത്തിലെ ഫാദർ ഇയോബ് OIC നേതൃത്വം നൽകുന്ന വിശുദ്ധ കുർബാനയും നടക്കും. ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ വാദ്യമേളാഘോഷങ്ങൾ പള്ളിയിൽ സംഗമിക്കും. വൈകിട്ട് 5 മണിക്ക് പ്രദക്ഷിണം, ശേഷം ആശീർവാദം, തുടർന്ന് പൊതുസദ്യയും ഉണ്ടാകും. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ജോർജ് ചാക്കോ, കൈക്കാരൻ CG ടൈറ്റസ്, സെക്രട്ടറി VK ജോൺ, ഭാരവാഹികളായ MV ഷാജി, എൽദോ ജെ ചീരൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന ചാവക്കാട് സ്വദേശിക്കായി പുന്നയൂർക്കുളം നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിലെ പ്രവർത്തകർ സ്വരൂപിച്ച ചികിത്സാ സഹായം കൈമാറി. ചാവക്കാട് നഗരസഭയിലെ കണ്ടംപുള്ളി വീട്ടിൽ രാജേഷിന് വേണ്ടിയാണ് നന്മ പ്രവർത്തകർ പാട്ട് പാടി ധനസമാഹരണം നടത്തിയത്. കൗൺസിലർ ഉമ്മർ ഷാഫിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അജിത്തിന്റെ നേതൃത്വത്തിൽ ട്രസ്റ്റ് പ്രവർത്തകരായ ഷൈജു എടക്കഴിയൂർ, അഞ്ഞൂർ സ്വദേശി സജീഷ് നായരങ്ങാടി, ജോയ് എന്നിവർ ചേർന്ന് ഫണ്ട് സ്വരൂപിച്ചത്. 50,000 രൂപയുടെ ചെക്കാണ് കുടുംബത്തിന് നൽകിയത്. ചികിത്സാ ധനസഹായം കൗൺസിലർ ഉമ്മർ ഷാഫി കുടുംബത്തിന് കൈമാറി. പുന്നയൂർക്കുളം നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിലെ പ്രവർത്തകൻ അജിത്ത് നന്ദി പറഞ്ഞു. 1000-ഓളം കുട്ടികൾ പഠിക്കുന്ന കടവലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗകര്യങ്ങളുള്ള കളിക്കളം എന്ന സ്വപ്നം ഇനിയും ബാക്കിയാണ്. 5 കോടി രൂപ മുതൽ മുടക്കി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചുവെങ്കിലും കളിക്കളത്തിന് ഇതുവരെ പദ്ധതികളൊന്നും ആയിട്ടില്ല. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി ആ സ്ഥലത്ത് കളിക്കളം നിർമ്മിക്കുമെന്നായിരുന്നു അധികൃതരുടെ വാഗ്ദാനം. പുതിയവ നിർമ്മിച്ച് 1 വർഷം കഴിഞ്ഞാണ് പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത്. അത് കഴിഞ്ഞ് മാസങ്ങൾ കടന്നുപോയിട്ടും ഒരു നടപടിയുമായിട്ടില്ല. കായികമായി ഉന്നത നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിലും മികച്ച മൈതാനമില്ലാത്തത് ഇവരുടെ പരിശീലനത്തിന് തടസ്സമാകുന്നുണ്ട്. സ്കൂളിൽ നിന്ന് വളരെ ദൂരെയുള്ള വട്ടമാവ് മൈതാനവും പഞ്ചായത്ത് മൈതാനവുമാണ് ഇപ്പോൾ പരിശീലനത്തിനായി ആശ്രയിക്കുന്നത്. സ്പോർട്സിലും ഗെയിംസിലും കഴിവുള്ള ഒട്ടേറെ കുട്ടികളാണ് മതിയായ പരിശീലന സൗകര്യമില്ലെന്ന കാരണത്താൽ കടവല്ലൂരിൽ നിന്ന് മറ്റ് സ്കൂളുകൾ തേടി പോകുന്നത്. കളിക്കളത്തിന് പദ്ധതി ഒരുക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ PTA MLAക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. മൈതാനവും അനുബന്ധ കെട്ടിടങ്ങളും ചേർന്ന് 3 കോടിയോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഫണ്ട് അനുവദിക്കാമെന്ന് MLA ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് PTA പ്രസിഡന്റ് KE സുധീർ പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പലാവ്. സിവിൽ സർവീസ് പരീക്ഷയിൽ 75ാമത് റാങ്ക് തിളക്കവുമായി പെരുമ്പലാവ് അൻസാർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും എടപ്പാൾ കോലളമ്പ് സ്വദേശിനിയുമായ ഡോക്ടർ തസ്ലീം ഖാദർ. OBC കാറ്റഗറിയിൽ 75ാം റാങ്കാണ് എടപ്പാൾ കോലളമ്പ് മാടേക്കാട്ടിൽ ഖാദർ റമല ദമ്പതികളുടെ 4 പെൺമക്കളിൽ രണ്ടാമത്തതായ മകളായ M തസ്ലീം സ്വന്തമാക്കിയത്. 4ാം ക്ലാസ് വരെ കോലളമ്പ് അൻസാറിൽ പഠിച്ച തസ്ലീം 98 മുതൽ 2006 വരെയുള്ള കാലയളവിൽ 5ാം ക്ലാസ് മുതൽ 12 വരെ പെരുമ്പലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലായിരുന്നു പഠനം. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഹോമിയോപ്പതി ഡിഗ്രി കരസ്ഥമാക്കി. സേലം വിനായക മിഷൻ മെഡിക്കൽ കോളേജിൽ നിന്ന് 1ാം റാങ്കോടെ MDയും സ്വന്തമാക്കി. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനം അനുഷ്ഠിച്ചിരുന്നു. തിരൂരിലെ ഹോമിയോപ്പതി ഡോക്ടറായ തയ്യിൽ കിഴക്കേതിൽ മുഹമ്മദ് നാദിറാണ് ഭർത്താവ്. ഐസ ആയത്ത് മകളാണ്. നസ്രിൻ, ഫാത്തിമ, മർവ എന്നിവർ സഹോദരങ്ങളാണ്. ആർത്താറ്റെ സെന്റ് മേരീസ് സിംഹാസന പള്ളിയും കൊച്ചിൻ ഐ ഫൗണ്ടേഷനും സംയുക്തമായി ഏപ്രിൽ 21 ഞായറാഴ്ച സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും സംഘടിപ്പിക്കുന്നു. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് 99 61 05 20 24, മറ്റൊരു നമ്പർ 04 885 22 24 02 തുടങ്ങിയ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6795 രൂപ, സ്വർണം പവന് 54,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 90 രൂപ. ചർമ്മം കുറുക്കൻപാറ കരുമത്തിൽ വീട്ടിൽ തങ്കമണി നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടന്നു. പരേതനായ ഭാസ്കരൻ ഭർത്താവാണ്. ഷീല, സുരേഷ്, ഷാജി, ഷിബു, സിന്ധു, അമ്പിളി എന്നിവർ മക്കളാണ്. ഗുരുവായൂർ മമ്മിയൂർ നീലങ്കാവിൽ പരേതനായ ലാസറിന്റെ മകൻ വർഗീസ് നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. കൊച്ചുമേരി ഭാര്യയാണ്. ഷാജൻ, ഷാനി എന്നിവർ മക്കളാണ്. എരുവപ്പെട്ടി മങ്ങാട് കിഴക്കൂട്ട് വേലായുധന്റെ മകൻ ശശി നിര്യാതനായി. 60 വയസ്സായിരുന്നു. ഷീജയാണ് ഭാര്യ. വൈഷ്ണവി, കൃഷ്ണവേണി എന്നിവർ മക്കളാണ്. കുന്നംകുളം കോട്ടയിൽ റോഡ് പരേതനായ വെള്ളാരിക്കാട്ട് വിശ്വംഭരൻ ഭാര്യ റിട്ടയർഡ് അധ്യാപിക ലളിത മണി നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച വീട്ടുവളപ്പിൽ നടക്കും. ഡോക്ടർ ബിജേഷ്, ഡോക്ടർ ഷിജി എന്നിവർ മക്കളാണ്.
കുന്നംകുളം മങ്ങാട് വെട്ടിക്കടവ് നമ്പലാട്ട് പാപ്പിക്കുട്ടിയമ്മ എന്ന പാറുകുട്ടിയമ്മ നിര്യാതയായി. 94 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പരേതനായ വട്ടേക്കാട്ട് നാരായണൻ നായരാണ് ഭർത്താവ്. മുരളീധരൻ, മോഹനൻ, പ്രിയ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പൂരാവേശത്തിൽ അലിഞ്ഞ് ശക്തന്റെ തട്ടകം, കൊട്ടിക്കയറി ഇലഞ്ഞിത്തറ മേളം, കാഴ്ചയുടെ വിസ്മയമൊരുക്കി കുടമാറ്റം. പൂരങ്ങളുടെ പൂരം ജനമനസ്സുകളിൽ പെയ്തിറങ്ങി. കാളിദാരിക യുദ്ധത്തിന് കാട്ടകമ്പാൽ ഭഗവതി ക്ഷേത്രം ഒരുങ്ങി. ശനിയാഴ്ച വൈകിട്ട് കാളിദാരിക വാക്പോര് നടക്കും. ദാരികനുമായുള്ള യുദ്ധത്തിന്റെ പടയൊരുക്കത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാത്രി ക്ഷേത്രത്തിൽ വലിയ കുതിരവേല ആഘോഷിച്ചു. പൂരാഘോഷം നാളെ ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ CCTVയിൽ തത്സമയം. പുഞ്ഞിറക്കുളം വന്നേരി കാട്ടുമാടം മനയിലെ സ്വർണവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹവും കവർന്ന കേസിലെ പ്രതി അറസ്റ്റിൽ. പിടിയിലായത് ചാവക്കാട് മല്ലാട് പുതുവീട്ടിൽ മനാഫ്. വിഗ്രഹങ്ങൾ കൊടുങ്ങല്ലൂരിലെ വാടക വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ പ്രചരണം അന്തിമഘട്ടത്തിലേക്ക്. ആവേശം തീർക്കാൻ സംസ്ഥാന ദേശീയ നേതാക്കൾ. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ. ഇന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ സമ്മിശ്ര പ്രതികരണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.in. നമസ്കാരം. കുന്നംകുളം ആനായിക്കൽ ചീരോത്ത് മാധവൻ മാസ്റ്റർ ഭാര്യ ജാനകിയുടെ 3ാം ചരമവാർഷികം ആചരിച്ചു. പരേതയുടെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ. കിഴക്കൻ മങ്ങാട് നെടുങ്ങോട്ടിൽ മണിയന്റെ 5ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.